ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? ഇപ്പം മാർക്കറ്റ് ഏകദേശം ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് തരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം കുറേ അധികം പേരെങ്കിലും ലോസിലായിരിക്കും. പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്കുകളും സ്വിംഗ് ട്രേഡിങ് വാങ്ങിയ സ്റ്റോക്കുകളും എല്ലാം ലോസിൽ കിടക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇനി എന്തായിരിക്കും നടക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ശേഷം അതനുസരിച്ച് മാത്രമല്ലേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിഫ്റ്റി ഇടിഞ്ഞ് താഴ്ന്നു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല സ്വിംഗ് ട്രേഡിങ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതും സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പം നിഫ്റ്റി എന്തായിരിക്കും, നമ്മുടെ ഇനി എന്ത് നടക്കുമെന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമുക്ക് ട്രേഡ് എന്ത് ചെയ്യണം, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്ലാൻ എന്തായിരിക്കണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ആക്റ്റീവാണ്. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം പേര് അതിൽ ജോയിൻ ചെയ്ത ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ നിലവിലെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് പരിശോധിക്കും. നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, മാർക്കറ്റ് ക്രൂഷ്യലായിട്ടുള്ള ഏരിയ നിൽക്കുകയാണ്. മേക്ക് ഓർ ബ്രേക്ക് എന്നുള്ളൊരു സോണിൽ നിൽക്കുകയാണ്. ഇപ്പോൾ 24,469 എന്നുള്ള റേഞ്ച് ഇതായത് കണ്ടില്ല, ഈ ഒരു ഏരിയ 24,450 തന്നെ കണക്കാക്കിക്കോ. ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നല്ലൊരു ഡൗൺ സൈഡ് ഉണ്ടാവും. അതിപ്പോൾ എത്ര റേഞ്ച് വരെ പോവും? മേ ബി ഒരു 400 to 600 റേഞ്ചിലേക്കുള്ളൊരു ബ്രേക്ക് നിഫ്റ്റിയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ആ ഒരു ഏരിയ, അതായത് ഈ സപ്പോർട്ട് റേഞ്ചിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം. കഴിഞ്ഞ 4-5 ദിവസമായിട്ടും ഏകദേശം ഒരേ റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു ലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു നല്ല സൈനാണ്. മാർക്കറ്റിൽ ബെയറിഷ്നെസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലൊരു സൈനാണ്. ഇപ്പോൾ ട്രംപ് ഓരോ ദിവസം രാവിലെ എണീറ്റ് വന്ന് ടാരിഫ് കൂട്ടുന്നു, അല്ലെങ്കിൽ അങ്ങനെ കൂട്ടുന്നു ഇങ്ങനെ കൂട്ടുന്നു എന്ന് പറയുമ്പോൾ അത് മാർക്കറ്റ് ഒരു നല്ലൊരു ഭയം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സ്പോർട്ട് റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന കമ്പനികളിൽ, അല്ലെങ്കിൽ ഫാർമ ബിസിനസ് ചെയ്യുന്ന കമ്പനികളിലെല്ലാം ഏകദേശം ഒരു പാനിക്ക് നിലനിൽക്കുന്നുണ്ട്. കാര്യം ഇപ്പം എക്സ്പോർട്ട് ആണെങ്കിൽ തന്നെ പല കമ്പനികൾ യു എസ് പ്രധാന മാർക്കറ്റായ പല കമ്പനികളുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ ഫാർമ നോക്കുകയാണെങ്കിൽ തന്നെ ഫാർമസ്യൂട്ടിക്കൽസിൽ യു എസിൽ മെയിൻ സപ്ലയേഴ്സിൽ ഒരാൾ ഇന്ത്യയാണ്. സോ ഫാർമ സെക്ടറിലും ഒരു ഭയം വന്ന് കയറിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കിയേ, ഇപ്പം നിഫ്റ്റി ബേസിക്കലി നമുക്ക് ഈ ഒരു ഭയം നിലനിൽക്കുന്നത് ഈ ഒരു സപ്പോർട്ട് റേഞ്ചിൽ കൂടെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരു പ്രൈസ് ആക്ഷൻ എങ്ങനെയായിരിക്കണം? ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ഹോൾഡ് ചെയ്യണം. ആൻഡ് മിനിമം ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയ ഈ 24,962, മിനിമം 24,500, ഒരു 25,000 റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോയാൽ നമുക്കൊരു പ്രതീക്ഷയുടെ വകയുണ്ട്. ഇപ്പം നല്ലൊരു ബുള്ളിഷ്നെസ് പറഞ്ഞുവെങ്കിൽ മാക്സിമം 25,250 എന്നുള്ള ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റം വരത്തുള്ളൂ. സോ ഇപ്പം നമുക്ക് ബേസിക്കലി ഇപ്പോൾ എന്താ ചിന്തിക്കേണ്ടത്? ഇപ്പം സ്വിംഗ് ട്രേഡിങ്ങിനെടുത്ത സ്റ്റോക്സ് ആയാലും ശരി, ബാക്കി സ്റ്റോക്സിലെല്ലാം ഒരു ബൈയിങ് വിസിബിൾ ആവണമെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു സ്ട്രോങ് ക്യാൻഡിൽ കാണിക്കണം. എങ്ങനത്തെ ക്യാൻഡിൽ കാണിക്കണം? ഇതുപോലെ ഒരു സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽ. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ നമ്മൾ പല പൊസിഷൻസും സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസൊക്കെ ലോസിലായിരിക്കും. ഇപ്പം നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വലി എടുത്ത സ്റ്റോക്സ് എല്ലാം ലോസിലായിരിക്കും. ബട്ട് ഇതുപോലത്തെ ഒരു ബൈയിങ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റിൽ ഇഷ്ടംപോലെ ബയേഴ്സ്, നമ്മളെ പോലെ റീറ്റെയിലേഴ്സ് അടക്കം ഒരുപാട് പേര് ഇൻട്രസ്റ്റ് കാണിച്ച് തിരിച്ചു വരും. ജസ്റ്റ് ആ ഒരു സ്ട്രോങ് ബൈയിങ് ക്യാൻഡിലിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും, വലിയ പൊസിഷൻസൊക്കെ എടുക്കുന്നതിന് മുന്നേ. ഇപ്പം നമ്മൾ ആ ഒരു നിഫ്റ്റിയുടെ ഒരു ബെയറിഷ്നെസ് മനസ്സിലാക്കി മാത്രം നമ്മൾ മുൻപോട്ടുള്ള ട്രേഡുകളും മുൻപോട്ടുള്ള സ്വിംഗ് പൊസിഷൻസും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് നിഫ്റ്റി മാത്രമല്ല, നമുക്ക് വേറെ ഇൻഡെക്സ് ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒന്ന് പരിശോധിക്കണം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രോപ്പർ സപ്പോർട്ട് വരുന്ന 54,000 ഈ ഒരു റേഞ്ചിലാണ്, 54,380 റേഞ്ചിലാണ്. ഇപ്പോൾ മാർക്കറ്റ് ഒരു മിനി സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതും ഈ ഒരു സോണിലാണ്. നിങ്ങൾ നോക്കി, ഈ ഒരു സോണിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഒക്കെ മുൻപേ വന്നിട്ടുള്ള സോണാണ്. സോ ഈ ഏരിയയിൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ മാർക്കറ്റ് അങ്ങനെ ഒരു ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ബാങ്കിങ് സ്റ്റോക്സും നമുക്ക് നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ കഴിയും. സോ RBIയുടെ പോളിസി വന്നിട്ടുണ്ട്. പോളിസി ഭാഗമായിട്ട് റേറ്റ് കട്ടൊന്നും വലുതായിട്ടില്ല. സോ ബാങ്ക് നിഫ്റ്റിയിലും വലിയ മൊമെൻറ്റ്സ് ഡൗൺ സൈഡ് ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പിലാണ് ഒരു എനിക്കൊരു ഡൗട്ടുള്ളത്. കാര്യം അപ്പോൾ മാർക്കറ്റ് ഒരു നല്ലൊരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. ആൻഡ് ഇന്നും ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ്. അതിന് മുന്നത്തെ 3 ദിവസത്തെ ട്രേഡിങ് നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു റീടെസ്റ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് മേ ബി ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ
ഒരു 17,000 ഈ റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ അത്രയും വലിയൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവില്ലേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് വീണ്ടും ഒരു അപ്സൈഡ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സ്മോൾ ക്യാപ് സ്റ്റോക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. കണ്ടിട്ട് ഒരു ബ്രേക്ക് ഡൗൺ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് PSU ബാങ്ക് നമുക്ക് നോക്കാം. നമ്മളെ പ്രീമിയം ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ PSU ബാങ്ക് നോക്കിയ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് അപ്സൈഡ് പോകാനുള്ള ശ്രമം PSU ഇൻഡെക്സ് നോക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലും കൂടെ നോക്കാമെന്ന് പറഞ്ഞത്. അപ്പം മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ 6,800 എന്നുള്ള റേഞ്ച് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഒരു അപ്സൈഡ് PSU സ്റ്റോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ ഒന്ന് ജസ്റ്റ് രണ്ട് സ്റ്റോക്കുകൾ ഞാൻ പറയാം. ഒന്ന് ഓസ്വാൾ പമ്പ്സ് ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ IPOയ്ക്ക് ശേഷം നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. നല്ല റിസൾട്ടൊക്കെ വന്ന കമ്പനിയാണ്. അപ്പോൾ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കുകയാണ്. ഒരു 730 സപ്പോർട്ടാണ്. അപ്പം ഓസ്വാൾ പമ്പ്സ് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എന്താണ് നടക്കണേന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്ത് മാത്രം തീരുമാനം എടുക്കാം. അടുത്ത സ്റ്റോക്ക് കാനറ ബാങ്കാണ്. ഇപ്പോൾ കാനറ ബാങ്ക് ഞാൻ ഇന്ന് ട്രേഡ് എടുക്കണമെന്ന് വിചാരിച്ചാണ്. ബട്ട് ഇന്ന് ടോട്ടലി ഒരു മോശം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വാച്ച് ചെയ്യാം. ഇപ്പോൾ PSU ഇൻഡെക്സ് എല്ലാം മുന്നോട്ട് പോവുകയാണെങ്കിൽ കാനറ ബാങ്കും ഒരു ബുള്ളിഷ് മൊമെൻറ്റം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാനറ ബാങ്കിൻ്റെ സപ്പോർട്ട് റേഞ്ച് 105 റേഞ്ചാണ്. അത് 115 വരെ അല്ലെങ്കിൽ 115 വരെ റേഞ്ചിലേക്ക് ഒരു ബുള്ളിഷ്നെസ് ഉണ്ടാവാനുള്ള സാധ്യത കാനറ ബാങ്കിലുണ്ട്. മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ട്രിപ്പ് BMG സവേരി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, TBZ. ഇപ്പോൾ ഇന്നലെ 2 ദിവസം മുന്നേ ഒരു ബ്രേക്കൗട്ട് നടന്നു. ഒരു ഫോളോ ത്രൂ ക്യാൻഡിൽ ഇന്ന് ഉണ്ടായിട്ടുണ്ട് 214. അപ്പോൾ ഞാനൊരു 230 റേഞ്ച് വരെയൊക്കെ പോകുമെന്ന് ഒരു സ്റ്റഡി ചെയ്തപ്പോൾ തോന്നി. സോ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. മാർക്കറ്റ് കണ്ടീഷൻ മോശമായതുകൊണ്ട് ഷെയർ ചെയ്തില്ല ആരുമായിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കിനെ ഇട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാം. നമുക്ക് പിന്നെ നമ്മൾ ബിറ്റ് കോയിനും ജസ്റ്റ് ഒന്ന് ട്രേഡ് നോക്കിയായിരുന്നു. ബിറ്റ് കോയിനിൽ ഞാൻ എൻ്റെ റേഞ്ച് വരാൻ കാത്തിരിക്കുകയാണ്. ബിറ്റ് കോയിനിൽ ഞാനൊരു വേറെ സെറ്റപ്പ് പ്ലാൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു ഏരിയ ടച്ച് ചെയ്താൽ നമുക്കൊരു ട്രേഡ് കിട്ടിയാൽ കിട്ടി. നമുക്ക് വെയിറ്റ് ചെയ്യാം, എടുത്ത് ചാടി ഒന്നും എടുക്കണ്ടല്ലോ. സോ ഇത്രയാണ് നിഫ്റ്റിയുടെ ഒരവസ്ഥ. ഇപ്പോൾ നമുക്ക് പ്ലാനിങ് എപ്പോഴും വേണ്ടത് ഈ ഒരു റേഞ്ചിൽ നിന്നുള്ള റിയാക്ഷൻ നോക്കി മാത്രം നമുക്ക് വലിയ വലിയ പൊസിഷൻസിലേക്കൊക്കെ പോകാം. ഇപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വലിയൊരു മൊമെൻറ്റം ഡൗൺ സൈഡ് ഉണ്ടാവും. സോ കെയർഫുള്ളായിട്ട് മാത്രം വരുന്ന ഡേയ്സും അടുത്ത വീക്കും നമുക്കൊന്ന് വാച്ച് ചെയ്ത് മാത്രം വലിയ പൊസിഷൻസ് എടുക്കുക. സോ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ്ലി പറയാനുള്ളത്, വീണ്ടും ആവർത്തിക്കുകയാണ്, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല സ്വിംഗ് പൊസിഷൻസ് അവസരം വരുമ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അധികം ആരും പാനിക് ആവാതിരിക്കുക, സമാധാനത്തോടെ നമുക്ക് വരുന്ന ദിവസങ്ങൾ പ്ലാൻ ചെയ്യാം. തൽക്കാലം പാനിക്കൊന്നും ആവശ്യമില്ല. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നിൽക്കാം. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസുകളൊക്കെ കൺഫേം ആയിട്ട്, അതായത് ഡിസിപ്ലിൻഡ് ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ലോസിലാണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ചെറിയ ലോസ് ബുക്ക് ചെയ്യാതെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് വലിയ ലോസിലേക്ക് പോകും. ഇപ്പം നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. മാർക്കറ്റ് ഒന്ന് കാമാവുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വരിക. എന്നാലേ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു.